സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക് പവർ എനർജി എന്ന ചാപ്റ്റർ തിയറി ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. പ്രോബ്ലംസിലേക്ക് കടക്കാം. ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഫോഴ്സിനെ സംബന്ധിച്ചായിരുന്നു. ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയെയോ ചലനാവസ്ഥയെയോ മാറ്റുന്നതോ മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നതോ ആയിട്ടുള്ളത് എന്താണോ അതിനെയാണ് ഫോഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മാൻ പുൾസ് എ കാർ ഓഫ് മാസ് 150 kilogram and produces an acceleration of 4 meter per second square. Find the force exerted by man. ഒരു മനുഷ്യൻ 150 കിലോഗ്രാം ഭാരമുള്ള ഒരു കാറിനെ തള്ളുകയാണ്. ആ സമയത്ത് ആ കാറിനുണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4 meter per second square ആണ്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ആ മനുഷ്യൻ കൊടുത്തിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഡിസ്കസ് ചെയ്യുമ്പോൾ മാസ് 150 കിലോഗ്രാം ആണ് കാറിന്റെ ഭാരം എന്ന് പറയുന്നത്. കാറിനുണ്ടായിട്ടുള്ള ആക്സിലറേഷൻ 4 meter per second square. ആക്സിലറേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, എഫ് ഈക്വൽ ടു 150 ഇൻറ്റു 4 എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. 150 ഗുണം 4 600 കിലോഗ്രാം എന്നുള്ളത് കിട്ടും. 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളന്ന് പഠിച്ചിട്ടുള്ളതാണ്. MK സിസ്റ്റം തന്നെയാണ് SI സിസ്റ്റം എന്നുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 600 ന്യൂട്ടൺസ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട് ചോദ്യം വരുന്നത് വാട്ട് മാസ് ഓഫ് എ ബോഡി വിൽ പ്രൊഡ്യൂസ് an acceleration of 2 meter per second square with 10 newtons force in it. 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ ആ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ സംഭവിക്കണമെങ്കിൽ ആ വസ്തുവിന്റെ ഭാരം, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുള്ള ഫോഴ്സും തന്നിട്ടുണ്ട്, മാസ് ആണ് ചോദ്യം. നമ്മൾ ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഫോഴ്സ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. മാസ് അറിയാത്തത് കൊണ്ട് അത് അവിടെ നിർത്തുന്നു. ആക്സിലറേഷൻ 2 എന്ന് കൊടുക്കുന്നു. ഇനി ഒരു ഇക്വേഷനിൽ ഒരു വാല്യൂ അറിയുന്നില്ല എങ്കിൽ അതിനെ സമത്തിന് അപ്പുറത്തേക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയമം നമുക്കറിയാം. ഇവിടെ മാസ് ഇവിടെ നിർത്തിയിട്ട് 2നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മാസ് ഈക്വൽ ടു 10 ഇൻറ്റു 2 എന്നുള്ളത് സമത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ ബൈ 2 എന്നുള്ളതായി മാറും. 10 by 2 ഈക്വൽ ടു 5 കിലോഗ്രാം. ഇതാണ് 5 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനാണ് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
ഇതാണ് ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ബേസിക് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത്. അടുത്തതായി വർക്കിനെ സംബന്ധിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. ഒരു വസ്തുവിന് ഒരു ബലം കൊടുക്കുമ്പോൾ, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിന്റെ അതേ ദിശയിൽ ആ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി അഥവാ വർക്ക് നടന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ജൂൾ എന്നതാണ് വർക്കിന്റെ SI യൂണിറ്റ് എന്നുള്ളതും CGS സിസ്റ്റത്തിൽ ഡൈൻ എന്നുള്ളതാണ് യൂണിറ്റ് എന്നുള്ളതും വർക്ക് കാണുവാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. A force of 250 newtons acted upon a body and the body has been moved through a distance of 15 meter. Calculate the work done. ഒരു വസ്തുവിന്മേൽ 250 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ വസ്തുവിന് 15 മീറ്റർ ദൂരത്തേക്ക് സ്ഥാനമാറ്റം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ചെയ്ത പ്രവൃത്തി വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. തന്നിട്ടുള്ളത് നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ ആണ്. ആ വസ്തുവിനുണ്ടായിട്ടുള്ള സ്ഥാനമാറ്റം 15 മീറ്റർ 15 മീറ്ററും ആണെങ്കിൽ അതിന്റെ വർക്ക് എത്ര പ്രവൃത്തി നടന്നു എന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. W ഈക്വൽ ടു 250 ഇൻറ്റു 15 250നെ 15 കൊണ്ട് ഗുണിക്കുകയാണ്. ആൻസർ ആയിട്ട് 3750 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടും. 250 ന്യൂട്ടണും 15 മീറ്ററും എന്നുള്ളത് കൊണ്ടാണ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് വരുന്നത്. ന്യൂട്ടൺ മീറ്ററിന് പകരമായിട്ടാണ് ജൂൾ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3750 ജൂൾസ് എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ എ ഫോഴ്സ് ഓഫ് 2 കിലോഗ്രാം ഈസ് യൂസ്ഡ് ടു ഡു ദ 10 കിലോഗ്രാം മീറ്റർ വർക്ക്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ്. കഴിഞ്ഞ ചോദ്യത്തിൽ ബലവും ദൂരവും തന്നിട്ട് വർക്ക് പ്രവൃത്തിയാണ് ചോദ്യമെങ്കിൽ ഈ ചോദ്യത്തിൽ വർക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദ്യം. ചോദ്യത്തിൽ 10 കിലോഗ്രാം മീറ്റർ വർക്ക് ചെയ്യുവാൻ 2 കിലോഗ്രാം ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിനുണ്ടായിട്ടുള്ള സ്ഥാനമാറ്റം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് എഴുതി സോൾവ് ചെയ്യുകയാണ്. ആദ്യം എഴുതുന്നത് വർക്ക് ഡൺ, ചെയ്തിട്ടുള്ള പ്രവൃത്തി 10 കിലോഗ്രാം മീറ്റർ ആണ്. രണ്ടാമത് ഫോഴ്സ്, അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് F ഈക്വൽ ടു 2 കിലോഗ്രാം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ആ വസ്തു സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്നുള്ളത് ചോദ്യമാണ്. ഒരു ചോദ്യചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇക്വേഷൻ വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. കാണുവാൻ സാധിക്കും വർക്കിന്റെ സ്ഥാനത്ത് 10 എന്നുള്ളതും ഫോഴ്സിന്റെ സ്ഥാനത്ത് 2 എന്നുള്ളതും ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് അതിന്റെ സിമ്പൽ ആയിട്ടുള്ള S എന്നുള്ളതും കൊടുത്തു. S ഈക്വൽ ടു 2 എന്നുള്ളതിനെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 എന്നുള്ളതായി മാറും. 10/2 ഈക്വൽ ടു 5 മീറ്റർ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോഗ്രാം ഫോഴ്സ് കൊടുത്തപ്പോൾ 10 കിലോഗ്രാം മീറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസ്തു 5 മീറ്റർ ദൂരത്തേക്ക് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നാമതൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം, if a pump can raise 100 liters of water through a height of 200 meter in 1 minute, how much work it can do in 1 hour? ഇതാണ് ചോദ്യം. വെള്ളമൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന, വീടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. ചോദ്യം ഇതാണ്, 1 മിനിറ്റ് കൊണ്ട് 200 മീറ്റർ ഹൈറ്റിലേക്ക്, ഉയരത്തിലേക്ക്
100 ലിറ്റർ വാട്ടറിനെ വെള്ളത്തിനെ എത്തിക്കുവാൻ ഒരു പമ്പിന് സാധിക്കും? ചോദ്യം ശ്രദ്ധിക്കുക. 1 മിനിറ്റ് കൊണ്ട് 100 ലിറ്റർ വെള്ളം 200 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു പമ്പ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വർക്ക് ഇറ്റ് ക്യാൻ ഡു ഇൻ 1 hour? ഒരു മണിക്കൂർ കൊണ്ട് ആ പമ്പ് ചെയ്യുന്ന വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ്, ഉയർത്തിയ വെള്ളത്തിന്റെ അളവാണ് പറയുന്നത്. ഇത് 100 ലിറ്റർ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മുമ്പ് വോളിയം പഠിപ്പിക്കുന്ന സമയത്തും ഡെൻസിറ്റി പഠിക്കുന്ന സമയത്തും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 100 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാമിന് ഈക്വൽ ആയിരിക്കും. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കും. ഇവിടെ 100 ലിറ്റർ എന്ന് പറയുമ്പോൾ 100 കിലോഗ്രാം എന്നുള്ളത് നമ്മൾ എടുക്കണം. രണ്ടാമത്തത് ഇവിടെ എഴുതിയിട്ടുള്ളത് ഹൈറ്റ് അപ് ടു വിച്ച് വാട്ടർ ലിഫ്റ്റഡ്, എത്രത്തോളം ഉയരത്തിലേക്കാണ് വെള്ളം ഉയർത്തേണ്ടത് എന്നുള്ളത്. 200 മീറ്റർ ഉയരത്തിലേക്ക് ചോദ്യത്തിലൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ 1 മിനിറ്റ്, ഇത് 1 മിനിറ്റിലുള്ള കാര്യമാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ വർക്ക് ഡൺ ഇൻ 1 മിനിറ്റ്, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എത്രയാണ്? 100 കിലോഗ്രാം ഭാരം, അതാണ് വെള്ളത്തിന്റെ ഭാരമായി തന്നിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, അതായത് 200 മീറ്റർ ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് 100 ആയിട്ടും ഡിസ്പ്ലേസ്മെന്റ് 200 ആയിട്ടും എടുക്കുക. 100 ഗുണം 200, 100 ഇൻറ്റു 200 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 20,000 കിലോഗ്രാം മീറ്റർ ആണ്. 20,000 കിലോഗ്രാം മീറ്റർ. ഇത് 1 മിനിറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ചോദ്യം നമ്മളോട് ഹൗ മച്ച് വർക്ക് ഇറ്റ് ക്യാൻ ഡു ഇൻ 1 hour എന്നുള്ളതാണ്, ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ 1 hour ഈക്വൽ ടു നമുക്കറിയാം 60 മിനിറ്റുകൾ കൂടുമ്പോഴാണ് ഒരു മണിക്കൂറായി മാറുന്നത്. അപ്പോൾ ഈ 20,000-നെ 20,000-നെ 60 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് ഇവിടെ കിട്ടും. അപ്പോൾ 2 × 6 12 വരും. പിന്നെ 5 zeros ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ 12 × 10⁵ കിലോഗ്രാം മീറ്റർ എന്നുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊടുത്തു, 5 പൂജ്യങ്ങളാണുള്ളത്, അതിന് പകരം 10⁵ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ആൻസർ. ഇത് 1 മണിക്കൂർ കൊണ്ട് ആ പമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണ് 12 × 10⁵ കിലോഗ്രാം മീറ്റർ എന്ന് നമ്മൾ കണ്ടെത്തിയത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ a load of 15.5 kilogram is lifted through a height of 4.4 meter. Find out the work done in kilogram meter and in joules. ചോദ്യം പറഞ്ഞിട്ടുള്ളത് 15.5 കിലോഗ്രാമിനെ 4.4 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തണം. അങ്ങനെയാണെങ്കിൽ എത്ര പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കണ്ടെത്തുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കിലോഗ്രാം മീറ്റർ എന്നുള്ളതിലും യൂണിറ്റ് ആക്കി ഒരു ആൻസർ വേണം. അതോടൊപ്പം തന്നെ ജൂൾ എന്നുള്ളതിലും ജൂൾ യൂണിറ്റ് ആയിട്ടുള്ള രൂപത്തിലും ആൻസർ വേണം. അപ്പോൾ നമ്മളിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാണ്. ഫോഴ്സ് F ഈക്വൽ ടു 15.5 കിലോഗ്രാം, ഡിസ്റ്റൻസ് ഹൈറ്റ് ആണ്, ഹൈറ്റ് ഈക്വൽ ടു 4.4 മീറ്റർ. Then basic equation, work equal to force into displacement 15.5 into 4.44. It is equal to 68.2 kilogram meter. അതായത് 2 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ കിലോഗ്രാം മീറ്ററിൽ ആൻസർ കിട്ടി. കാരണം ഇവിടെ 15.5 കിലോഗ്രാമിലും പിന്നെ 4.4 മീറ്ററിലുമാണ്. അപ്പോൾ 15.5 കിലോഗ്രാം ഇൻറ്റു 4.4 മീറ്റർ കിലോഗ്രാം മീറ്റർ എന്നുള്ളതിൽ ആൻസർ കിട്ടി. ഇനി നമ്മളോട് ജൂൾ എന്നുള്ള യൂണിറ്റിലും ആൻസർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1 ന്യൂട്ടൺ മീറ്ററിനെയാണ് 1 ജൂളായിട്ട് കണക്കാക്കുന്നത്. 1 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ജൂൾസ് ആണ്. അതായത് ഫോഴ്സ് ന്യൂട്ടണിലും
ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലും ആവുമ്പോഴാണ് 1 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് 1 ജൂൾ ആയിട്ട് കണക്കാക്കുന്നത്. കിലോഗ്രാം മീറ്റർ ആകുമ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 9.8 കിലോഗ്രാമിന് ഈക്വലന്റ് ആണ്. അതുകൊണ്ട് തന്നെ 1 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ജൂൾസ് ആണ്. ഇവിടെ ആൻസർ 68.2 കിലോഗ്രാം മീറ്റർ ആണെങ്കിൽ 1 കിലോഗ്രാം മീറ്റർ 9.8 ജൂൾസ് ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 68.2നെ 9.8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 668.36 ജൂൾസ് എന്നുള്ള രൂപത്തിലും എഴുതാൻ പറ്റും. അപ്പോൾ 2 യൂണിറ്റിലും ആൻസർ കിട്ടിയിട്ടുണ്ട്. കിലോഗ്രാം മീറ്ററിലാണെങ്കിൽ 68.2, ജൂൾസിലാണെങ്കിൽ 668.36. ഓർക്കുക, 1 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ജൂൾസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, പ്രവൃത്തിയുടെ നിരക്കിനെ അഥവാ ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയെയാണ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവറിന്റെ യൂണിറ്റ് ആയിട്ട് വാട്ട്സ് എന്നുള്ളതാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് ഹോഴ്സ് പവർ എന്നുള്ളത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. HP, വാട്ട്, കിലോ വാട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഇനി ചോദ്യത്തിലേക്ക് വരാം. പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം, 8 joule of work is done by a machine in 2 seconds. Find the power delivered by the machine. 2 സെക്കൻഡുകൾ കൊണ്ട് ഒരു മെഷീൻ 8 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഷീനെ സംബന്ധിച്ചുള്ള പവർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വർക്ക് ഈക്വൽ ടു 8 ജൂൾസ് എന്നുള്ളത് എഴുതി, ടൈം 2 സെക്കൻഡ്. ജസ്റ്റ് അപ്ലൈ അവർ ഇക്വേഷൻ, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് പവർ. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് 8 ജൂളും ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡുമാണ്. 8/2 ചെയ്യുമ്പോൾ 4 ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടും. ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളതിന് പകരമായിട്ടാണ് വാട്ട്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ 4 വാട്ട്സ് എന്നുള്ളതാണ് ആ മെഷീനെ സംബന്ധിച്ചിടത്തോളം പവർ ആയിട്ട് കണക്കാക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, എ പമ്പ് ക്യാൻ റൈസ് 1500 liters of water per minute to a height of 21 meters. What must be HP of the pump? പറഞ്ഞിട്ടുള്ളത് 1 മിനിറ്റ് കൊണ്ട് ഒരു പമ്പ് 1500 ലിറ്റർ വാട്ടർ 21 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തുന്നു. 1 മിനിറ്റ് കൊണ്ട് 1500 ലിറ്റർ ഓഫ് വാട്ടർ, 1500 ലിറ്റർ വാട്ടർ വെള്ളം 21 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തുന്നുണ്ട് ഈ പമ്പ്. അങ്ങനെയാണെങ്കിൽ ആ പമ്പിന്റെ വാട്ട് മസ്റ്റ് ബി HP ഓഫ് ദ പമ്പ്. ആ പമ്പിന്റെ HP എത്രയായിരിക്കും? എത്ര HP ഉള്ള പമ്പായിരിക്കും 21 മീറ്റർ ഹൈറ്റിലേക്ക് 1500 ലിറ്റർ വെള്ളം 1 മിനിറ്റ് കൊണ്ട് എത്തിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് 1 ലിറ്റർ വാട്ടർ വെയ്റ്റ്സ് 1 കിലോഗ്രാം. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 ലിറ്റർ വാട്ടറിന്റെ ഭാരം എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് ഈക്വലന്റ് ആണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 ലിറ്റർ വെള്ളം, അതായത് 1500 കിലോഗ്രാം, അതാണ് ഫോഴ്സ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് 21 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 1500 ഗുണം 21 എന്നുള്ളത് കൊടുത്തു. അത് തമ്മിൽ ചെയ്യുമ്പോൾ 31,500 കിലോഗ്രാം മീറ്റർ എന്നുള്ള ആൻസർ കിട്ടി.
ഇത് 1 മിനിറ്റ് കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ്. 1 മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടൈം ഈക്വൽ ടു 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ്. പവർ കണക്കാക്കാറുള്ളത് നമ്മൾ സാധാരണ ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ 1 മിനിറ്റ് എന്നുള്ള വർക്കിനെ ഒരു സെക്കൻഡിലുള്ള വർക്കാക്കി മാറ്റുമ്പോൾ 31,500നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 1 മിനിറ്റിന് 60 സെക്കൻഡ് ആണെന്ന് അറിയാം, അതുകൊണ്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ 525 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടി. അതായത് ആ പമ്പിന്റെ പവർ 525 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ നമ്മളോട് ചോദ്യം HP-യിലാണ് ആൻസർ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് പമ്പിന്റെ HP ഹോഴ്സ് പവർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനെ HP-യിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 525നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 HP എന്ന് പറഞ്ഞു വന്നത്. 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ആൻസർ 525 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 525നെ 75 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്താണോ അത്രയും HP ആണ് ഈ പമ്പിന്റെ പവർ. അപ്പോൾ 525/75 എന്ന് ചെയ്തപ്പോൾ 7 HP എന്നുള്ളതാണ് ആൻസർ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 1 HP ഈക്വൽ ടു 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. ഇനി പവറിൽ തന്നെ മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കുക. എ മോട്ടോർ ഡെലിവേഴ്സ് 4 HP after receiving 4 kilowatt. Calculate the efficiency. ഒരു മോട്ടോർ അതിന്റെ ഔട്ട്പുട്ട് 4 HP ആണ്, ഇൻപുട്ട് 4 കിലോ വാട്ടുമാണ്. 4 കിലോ വാട്ട് സ്വീകരിച്ചുകൊണ്ട് 4 HP പുറന്തള്ളുന്ന ഒരു മോട്ടോർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കാണാനാണ് ചോദ്യം, കാര്യക്ഷമത. എഫിഷ്യൻസി കാണുവാനുള്ള ഇക്വേഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്നുള്ളതാണ്. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എഫിഷ്യൻസി എപ്പോഴും പെർസെൻറ്റേജിലാണ് പറയുക. അതുകൊണ്ടാണ് ഇൻറ്റു 100. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്നുള്ളതാണ് എഫിഷ്യൻസി കാണുവാനുള്ള ഇക്വേഷൻ. ഇവിടെ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുന്നത് 4 കിലോ വാട്ടാണ്. കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ട്സിനെയാണ് 1 കിലോ വാട്ട് എന്ന് പറയാം. ഇവിടെ 4 കിലോ വാട്ട് ഉണ്ട്, ഈക്വൽ ടു 4000 വാട്ട്സ്. ഓർക്കുക, 1000 വാട്ട്സ് ഈക്വൽ ടു 1 കിലോ വാട്ട്. ഈ കാര്യം ഓർത്തു വെക്കുക. 1000 വാട്ട്സിനെയാണ് 1 കിലോ വാട്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 4 കിലോ വാട്ട് ആകുമ്പോൾ 4000 വാട്ട്സ് ആയി. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 HP ആണ്, 4 HP. 1 HP ഈക്വൽ ടു 735.5 മെട്രിക് HP ആണ് എന്നുള്ളത്, 735.5 മെട്രിക് വാട്ട്സ് ആണ് എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 4 ഗുണം 735.5 2942 വാട്ട്സ് എന്നുള്ളത് കിട്ടും. അതാണ് ഔട്ട്പുട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 വാട്ട്സ് ഇൻപുട്ട് കിട്ടുമ്പോൾ ലോസസ് എല്ലാം കഴിഞ്ഞിട്ട് 2942 വാട്ട്സ് മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്രയാന്നുള്ളത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 2942 ഹരിക്കണം 4000 ഇൻറ്റു 100 ഇറ്റ് ഈസ് ഈക്വൽ ടു 73.55% എന്നുള്ളത് നമുക്ക് ലഭിക്കും. 73.55% മാത്രമാണ് ആ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇൻപുട്ട് എന്താണോ വരുന്നത് അതിൽ നിന്നും ലോസസ്, നഷ്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് എഫിഷ്യൻസി ഈ ഒരു വാല്യൂസിലേക്ക് കുറയുന്നത്. മറ്റൊരു ചോദ്യം, എ ലിഫ്റ്റ് ക്യാരീസ് 10 people to ആവറേജ് മാസ് ഓഫ് 55 kilogram to a height of 6 meters in 1 minute. ഒരു ലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറയുന്നത്. 1 മിനിറ്റ് കൊണ്ട്
55 കിലോഗ്രാം ഭാരമുള്ള 10 ആളുകളെ ആ ലിഫ്റ്റ് 6 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് 55 കിലോഗ്രാം ഭാരം വീതമുള്ള 10 ആളുകളെ 6 മീറ്റർ ഉയരത്തിലേക്ക് ലിഫ്റ്റ് ഉയർത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന പവർ, ഫൈൻഡ് ഔട്ട് ദ പവർ റിക്വയർഡ് എന്നുള്ളതാണ് ചോദ്യം. മറ്റ് ലോസസും ലിഫ്റ്റിന്റെ വെയിറ്റും ഒക്കെ നെഗ്ലക്ട് ചെയ്യാൻ, അതിനെ പരിഗണിക്കണ്ട എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാണ് പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് കാണുകയാണ്. വർക്ക് ഈക്വൽ ടു 10 ഇൻറ്റു 55 കിലോഗ്രാം ഇൻറ്റു 6 മീറ്റർ. അതായത് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഒരാളുടെ ഭാരം 55, അങ്ങനെ 10 ആളുകൾ, അപ്പൊ 10 ഗുണം 55. ഡിസ്പ്ലേസ്മെന്റ് 6 മീറ്റർ ഹൈറ്റിലേക്കാണ്, അപ്പൊ 10 ഗുണം 55 ഗുണം 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 3300 കിലോഗ്രാം മീറ്റർ എന്നുള്ളത് കിട്ടി. ടൈം 1 മിനിറ്റ് കൊണ്ടാണ്, അതായത് 60 സെക്കൻഡുകൾ കൊണ്ട്. അപ്പോൾ പവർ കാണുമ്പോൾ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം 3300 ബൈ 60 ഇറ്റ് ഈസ് ഈക്വൽ ടു 55 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ. എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്നുള്ളത് പറയുന്നത്. അത് കാണുവാനുള്ള ഇക്വേഷൻ പവർ ഇൻറ്റു ടൈം എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ്. എനർജിയുടെ യൂണിറ്റും വർക്കിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. എനർജി, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുമായി 2 ടൈപ്പ് ഓഫ് എനർജീസ് പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു അതിന്റെ സ്ഥാനം മൂലം എവിടെയാണോ നിലകൊള്ളുന്നത് ആ സ്ഥാനം മൂലം നേടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അതേസമയം ഒരു വസ്തു അതിന്റെ ചലനം മൂലം നേടുന്ന എനർജിയെ കൈനറ്റിക് എനർജി എന്ന് പറയും. അത് കാണുവാനുള്ള ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ആണ്. കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു mv², മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോരോ ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ 20 മീറ്റർ ഹൈ. 20 മീറ്റർ ഉയരത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിൽക്കുകയാണ്, വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തു, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. 20 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ വസ്തുവിന് ഒരു എനർജി കൈവരുന്നുണ്ട്. അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഈ 5 കിലോഗ്രാം ഭാരമുള്ള വസ്തു 20 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ കൈവരുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചെയ്യുകയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. മാസ് 5 കിലോഗ്രാം ചോദ്യത്തിലുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണം, അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നുള്ളത് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ വാല്യൂ കൊടുത്തു, g ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ h ഈക്വൽ ടു ഹൈറ്റ് ഈക്വൽ ടു 20 മീറ്റർ. ചോദ്യത്തിൽ വസ്തു വെച്ചിട്ടുള്ളത് 20 മീറ്റർ ഉയരത്തിലാണെന്ന് പറഞ്ഞു. Then potential energy equal to 5 into 9.8 into 20. മൂന്നും കൂടെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 980 ജൂൾസ് എന്നുള്ളതാണ്. ആ വസ്തുവിന് ആ 20 മീറ്റർ ഉയരത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള വസ്തു നിലനിൽക്കുമ്പോൾ അതിന് കൈവരുന്ന പൊട്ടൻഷ്യൽ എനർജി. ഇനി മറ്റൊരു ചോദ്യം, അടുത്ത ചോദ്യം, determine the energy required to stop a mass of 6 kilogram moving with a velocity of 200 meter per second. ഒരു വസ്തു 6 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു 200 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ അഥവാ വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ എത്ര എനർജി കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ആ വസ്തുവിന് എത്രത്തോളം എനർജി ഉണ്ടോ അത്രയും എനർജി തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ആ വസ്തു നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ വസ്തുവിന്റെ ചലനം മൂലം ആ വസ്തുവിന് കൈവരുന്ന എനർജി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള എനർജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി, അതായത് ഒരു വസ്തു ചലനം മൂലം ലഭിക്കുന്ന എനർജിയെ കൈനറ്റിക് എനർജിയാണ് എന്നാണ് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ കൈനറ്റിക് എനർജി
ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. അവിടെ മാസ് ഈക്വൽ ടു തന്നിട്ടുള്ളത് വസ്തുവിന്റെ ഭാരം 6 കിലോഗ്രാം ആണ്. ആ വസ്തുവിന്റെ വെലോസിറ്റി, അതായത് ഒരു സെക്കൻഡിൽ 200 മീറ്റർ പിന്നിടുന്ന രൂപത്തിലാണ് അതിന്റെ സ്പീഡ് അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. വി 200 ആണ്. 200 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 200. ഞാനിവിടെ 6നെ 2 കൊണ്ട് ഹരിച്ചു, 3 എന്ന് കിട്ടി. 200 ഗുണം 200 40,000 ആണ് കിട്ടിയിട്ടുള്ളത്. 3 ഗുണം 40,000 ആൻസർ 1,20,000 ജൂൾ എന്നുള്ള വന്നു. ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റുകയാണെങ്കിൽ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 120 കിലോ ജൂൾ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയും ഒരുപാട് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ ചെയ്യുവാനുണ്ട്. അത് നമുക്ക് മറ്റു ക്ലാസ്സുകളിലായിട്ട് നേരിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. പരീക്ഷ മറക്കാതിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.